CPIഎമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട എം മെഹബൂബ് ഇപ്പോൾ നമ്മോടൊപ്പം. അദ്ദേഹം CPIഎം പ്രവർത്തകരുടെ സമ്മേളന പ്രതിനിധികളുടെ അഭിവാദ്യമൊക്കെ ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ജില്ലയിലെ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്, കർഷക സംഘത്തിൻ്റെ നേതാവായിരുന്നു, മികച്ച സഹാരിയാണ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നു. നോക്കാം, കൈരളിയിലേക്ക് സ്വാഗതം. അപ്പോൾ പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും എൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോടൊപ്പം പാർട്ടി സഹാക്കളോടൊപ്പം വിജയകരമായി ഈ ജില്ലയിലെ പാർട്ടി വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിക്കും. ഇവിടെ ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് പട്ടണം UDFും BJPയും വിശിഷ്യ വർഗീയ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് ബോധപൂർവമായ വർഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കാണുന്നു. അതിനെ തടുത്തു നിർത്തുക എന്ന നിലയിൽ കോഴിക്കോടിൻ്റെ പൈതൃകവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തനത്തിനിറങ്ങുക എന്നതാണ് ഈ ജില്ലാ സമ്മേളനത്തിന് ഞങ്ങൾ പ്രധാനമായി ആദ്യപടിയായി ഒരു പ്രവർത്തനം എന്ന നിലയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനം ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ വെച്ചപ്പോൾ നമുക്കറിയാം, വലിയ രീതിയിൽ പുതുമുഖങ്ങൾ, യുവാക്കൾ, സ്ത്രീകൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രാതിനിധ്യമുള്ളൊരു ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും പുതുമുഖങ്ങളുണ്ട്. നമ്മുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ പ്രായപരിധി നിശ്ചയിച്ചതുകൊണ്ട് തന്നെ കുറേയേറെ അനുഭവസമ്പന്നരായ സഖാക്കൾ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. എന്നാൽ വർഗ ബഹുജന സംഘടനാ രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന നല്ല കേഡർ ക്വാളിറ്റിയുള്ള നേതൃത്വമാണ് പുതിയ ജില്ലാ കമ്മിറ്റിയിൽ വന്നിട്ടുള്ളത്. ആ ജില്ലാ കമ്മിറ്റി എന്തുകൊണ്ടും നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് ഇനി വരാൻ വേണ്ടി. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. പാർട്ടിക്ക് ഈ കോഴിക്കോട് ജില്ലയിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്? അത് സംബന്ധിച്ച് ഞങ്ങളുടെ ജില്ലാ സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കോഴിക്കോടിൻ്റെ പാരമ്പര്യം നിലനിർത്തി 51% മാൻഡേറ്റ് ലഭ്യമാകുന്ന ബഹുജന സ്വാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് ഉള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ നന്ദി.